ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാക്വറി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ജാക്വറി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫയൽ റൺ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എന്താണ് ജാക്വറി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അതേപോലെ തന്നെ കുറച്ച് ജാക്വറിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ജാക്വറി ഡെവലപ്പ് ചെയ്തത് ഗൂഗിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു ജാക്വറി ഉപയോഗിച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ ജാക്വറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ വേണം. ആക്ച്വലി ഈ ജാക്വറി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. ഇത് നമുക്ക് ഒന്നുമെങ്കിൽ jQuery.com എന്ന സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അബ്സല്യൂട്ട് URL വെച്ചിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് jQuery ഫയൽ നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ അബ്സല്യൂട്ട് URL വെക്കുകയാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം എല്ലാ സമയമൊന്നും ചിലപ്പോൾ നമ്മുടെ ഈ jQuery അപ്ഡേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ ഉണ്ടാവില്ല. എന്നാൽ jQuery ആ URL ആണെങ്കിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എനാബിൾ ആയിട്ടുണ്ടാവും. എന്നാൽ ചില ഓഫ്ലൈൻ രൂപത്തിലാണ് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ URL വെച്ചാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ URL വർക്കാവൂ. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ jQuery ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മുടെ വെബ് പേജിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് jQuery സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത് $സൈൻ ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഇട്ട് അതിൽ document.ready എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് jQuery ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിട്ട് jQuery ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു $സൈൻ ഇട്ടതിന് ശേഷം ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടൊരു എക്സാമ്പിളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഇതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTDocs അതായത് HTML വെബ് പേജ് ഓപ്പൺ ചെയ്തു, അത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഹെഡ് ഓപ്പൺ ചെയ്തു, അതിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്, jQuery ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. jQuery ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് ചേർത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ടൈപ്പ് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് വിട്ടിട്ടുണ്ട്. ഇനി ഈ URL നമ്മൾ എവിടെ നിന്നാണ്, അബ്സല്യൂട്ട് URL വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇൻ്റർനെറ്റിൽ നിന്നും ഈ ഫയൽ കണക്റ്റ് ചെയ്തിട്ടാണ് ഈ jQuery വർക്ക് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, 2.1.3 എന്നുള്ളൊരു jQuery ഫയലാണ് ഇവിടെ റൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ jQuery ഫയൽ നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് ടൈപ്പ്, ഈ സ്ക്രിപ്റ്റ് ടൈപ്പ് എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് എന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം .ready എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഏറ്റവും അവസാനത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡി എന്നിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് ഈ ഫംഗ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് jQueryൻ്റെ എല്ലാ ഫയലും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ ഈ 3P പാരഗ്രാഫ് ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കൊടുത്ത ഈ ടാഗിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോൾ ചെയ്യുന്നത്, P എന്ന രൂപത്തിൽ കോൾ ചെയ്യുന്നത്. എന്നിട്ട് .css അതിന് CSS ആഡ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കളർ ഏത് കളറാണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ CSS എന്നിട്ടതിന് ശേഷം ആദ്യം നമുക്ക് ഏത് ഒബ്ജക്റ്റാണ്, ഇപ്പോൾ ഫോണ്ട് സൈസ് ആണെങ്കിൽ ഫോണ്ട് സൈസ്, അതേപോലെ തന്നെ ഫോണ്ട് ഫാമിലി ആണെങ്കിൽ അത്, അങ്ങനെ എന്തൊക്കെയാണോ CSS അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം രണ്ടാമതാണ് അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പാരഗ്രാഫ്, അതായത് നമ്മൾ ആ കൊടുത്ത 3 പാരഗ്രാഫിന് ഇവിടെ കളറ് വന്നിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് കളറിന് പകരം ഇതിന് കളറാണ്, നമുക്ക് ടെക്സ്റ്റിന് കളറാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് കളർ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതപ്പോൾ റൺ ചെയ്യുമ്പോൾ ഇവിടെ കളറ് വന്നിട്ടുണ്ടോ. ഇനി അതല്ല സൈസാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഫോണ്ട് സൈസ് എത്രയാണോ നമുക്ക് വേണ്ടത് അത് ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 100 പിക്സൽ ഫോണ്ട് സൈസാണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഫോണ്ട് സൈസും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ CSSൽ ഉപയോഗിക്കുന്ന അതേ കോഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു മെത്തേഡ്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു 2 രൂപത്തിൽ നമുക്കിത് ഉപയോഗിക്കാവുന്ന. ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ഈ രൂപത്തിൽ ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ്, അതായത് ഈ ഡോക്യുമെൻറ്റും റെഡി എന്നുള്ളത് ഒഴിവാക്കി പകരം ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഡയറക്റ്റ് കൊടുത്തിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ആ എക്സാമ്പിളാണ്. മുകളിലുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഇവിടെ $സൈൻ ഇട്ടതിന് ശേഷം ഫംഗ്ഷൻ ഇട്ടു, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പാരഗ്രാഫ് നമ്മൾ ചേർത്ത് കൊടുത്തു. നേരത്തെ ഉള്ള അതേ രൂപത്തിൽ തന്നെ, പക്ഷേ ഇവിടെ കളർ റെഡ് എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 പാരഗ്രാഫും കൊടുത്തു. ഓക്കെ, ഇത് നമ്മളൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇത് ലൈവ് ഒരു സെർവർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തു, ഇത് ലൈവ് ആക്കി മാറ്റി. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഫസ്റ്റ് പാരഗ്രാഫ്, അതേപോലെ ആ പാരഗ്രാഫുകൾക്ക് ഇവിടെ കളറും ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മളിപ്പോൾ അബ്സല്യൂട്ട് URL വെച്ചിട്ടാണ് ചെയ്തത്. ഇനി അബ്സല്യൂട്ട് URL അല്ലാതെ തന്നെ നമുക്ക് ഈ jQuery ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ jQuery ഫയൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയതിന് ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡൗൺലോഡ് jQuery എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡൗൺലോഡ് jQuery എന്ന് ടൈപ്പ് ചെയ്തൊന്ന് എൻ്റർ അടിക്കുക. അപ്പോൾ jQueryൻ്റെ ഒരു വെബ്സൈറ്റ് നമുക്കിവിടെ കാണിച്ചു തരും. ഫസ്റ്റ് എക്സാമ്പിളിൽ തന്നെ, അതായത് ഫസ്റ്റ് റിസൾട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ നമുക്ക് 2 ഫയൽ വരുന്നുണ്ട്. ഒന്നാമത്തത് കംപ്രസ്ഡ്, അതേപോലെ തന്നെ ഡെവലപ്ഡ്, അൺകംപ്രസ്ഡ്. ഈ കംപ്രസ്ഡ് ഫയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്പേസ്, ടാബ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയ ഒരു ഒറ്റ ലൈൻ കോഡായിരിക്കും. എന്നാൽ അൺകംപ്രസ്ഡ് ഫയലിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടുന്ന് വായിക്കാനൊക്കെ കഴിയും. ഇതിലാവുമ്പോൾ നമുക്കത് കംപ്രസ്ഡ് ഫയലാണെങ്കിൽ നമുക്കത് വായിക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. മൊത്തം ഒറ്റ ലൈനിലായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇത് പ്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. എന്നാൽ അൺകംപ്രസ്ഡ് ആണെങ്കിൽ ഇത് നമുക്കിതുപോലെ ഡെവലപ്പ് ചെയ്യാനും ഇതിൽ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. Ctrl+C അമർത്തിയിട്ട് കോപ്പി ചെയ്തു. അതിനുശേഷം ഇവിടെ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് ഞാനിത് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫയലിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ അതിൻ്റെ എക്സ്റ്റൻഷന് .js എന്ന് വരൽ നിർബന്ധമാണ്. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ ഞാൻ ഈ ഫയലിൻ്റെ പേര് jq.js എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഫയൽ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഇവിടേക്ക് ചേർത്ത് കൊടുക്കണം. jq.js എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ഇതിലൊന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ വർക്കാവും. അപ്പോൾ ഇതിൽ നമുക്കൊരു എറർ കൊടുത്തിട്ടൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ അവിടെ ആ കളർ വരുന്നില്ല. കാരണം ഇവിടെ ഈ കോഡിൽ, ഈ സോഴ്സ് കോഡിൽ എറർ വന്നതുകൊണ്ടാണ് ഈ എറർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് jQuery ഉപയോഗിക്കാമെന്നും jQuery ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യിപ്പിക്കാമെന്നും 2 രൂപത്തിൽ എങ്ങനെ jQuery നമ്മുടെ വെബ് പേജിൽ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.